ഈ നാറിയ കളി രതീഷ് കുമാറിനില്ല ബിഗ് ബോസ്. അവരെന്ത് വൃത്തികെട്ട കളിയാ കളിക്കുന്നതെന്നൊക്കെയാണ് ഇന്നലെ രതീഷ് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നലത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എപ്പിസോഡ് നമ്പർ 4 ഡേ നമ്പർ 3 ആണ്. അതായത് ബിഗ് ബോസ് ഹൗസിലെ അവരുടെ 3ാമത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത്. എന്തായാലും ഇന്നലെ രതീഷ് കുമാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ക്വിറ്റ് ചെയ്യാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ത്രൂ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത് കേട്ടോ. ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ബിഗ് ബോസിന് തന്നെ കൺഫ്യൂഷൻ ആയി തോന്നുന്നു. ഇത് കാണുന്ന ജനങ്ങൾക്കും കൺഫ്യൂഷൻ ആയി. ഇത് ബിഗ് ബോസ് ഷോ തന്നെയല്ലേ? അതായത് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വളരെ സ്നേഹപ്രകടനത്തോടു കൂടി പോകുന്ന ഒരു വീട്, അല്ലെങ്കിൽ പോകേണ്ട ഒരു വീട് ശരിക്കും 2 ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞ പോലത്തെ ഒരു ഫീലിങ്സ് ആണ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുള്ളവർക്കും ആ ഷോ കാണുന്നവർക്കും ഒക്കെ ഉള്ളത്. ഇന്ന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രതീഷ് കുമാറാണ്. മൂപ്പരങ്ങോട്ട് ചൊറിഞ്ഞങ്ങോട്ട് കേറാണ്. ഇന്നത്തെ എപ്പിസോഡും പതിവ് പോലെ തന്നെ രാവിലെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് രതീഷ് കുമാർ വാസസ് സുരേഷ് മേനോൻ ഒരു കാര്യം, അത് ഒരു ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതായത് രതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജാൻ മോഹൻദാസ് കെട്ടിപ്പിടിച്ചപ്പം പറഞ്ഞ ആ ഒരു പ്രശ്നം നേരെ രതീഷിന് തന്നെ നേരെ തിരിച്ചടി, അതായത് കർമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രതീഷിന് നേരെ തിരിച്ചടിച്ച് കിട്ടിയിരിക്കുകയാണ്. അതായത് സുരേഷ് മേനോൻ പ്രഭു പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്നുള്ളൊരു ടോക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ആ ടൈം തന്നെ രതീഷ് കുമാർ ഒരു കണ്ടന്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയത്. അല്ലെങ്കിൽ അദ്ദേഹം അത് പറയില്ലായിരുന്നു. അതായത് സുരേഷ് മേനോൻ ബ്രോ അല്ലെങ്കിൽ സുരേഷ് ബ്രോ ഈ സംഭവം പറഞ്ഞ പാട് രതീഷ് ബ്രോ പറഞ്ഞത് ഇത് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത് എന്നുള്ളൊരു ഡയലോഗ് നമ്മുടെ രതീഷ് കുമാർ അടിച്ചു. അത് സുരേഷ് ബ്രോയ്ക്ക് ഇഷ്ടപ്പെടാതെ വരികയും അതിനെ ചുറ്റിപ്പറ്റിയാണ് അവർ ആ ടോക്ക് കുറച്ചും കൂടി നീണ്ടുപോയത്. അതിനിടയിൽ നമ്മുടെ രതീഷ് ബ്രോ ക്യാമറയിൽ നോക്കി സംസാരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. 3ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മീൻസ് അത് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണ് സുരേഷ് ബ്രോ അങ്ങനെ പറഞ്ഞെന്നുള്ള ഒരു സംഭവവും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് രതീഷ് ബ്രോ പാത്രം കഴുകുകയാണ്. അപ്പോ നമ്മുടെ ശ്രീലേഖ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങള് പവർ റൂമിന്റെ പവർ ഉപയോഗിച്ച് പറഞ്ഞാണ് നിങ്ങൾ കുറച്ചു നേരത്തേക്ക് മിണ്ടാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, ആ ഒരു ടൈമിൽ നമ്മുടെ രതീഷ് കുമാർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മിണ്ടാണ്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2 രീതിയിലാണ്. അദ്ദേഹത്തിന് ഒന്നാമത്തെ സൗണ്ട് ഇല്ലാത്തൊരു സംഭവം, പിന്നെ ഇങ്ങനെ വെറുതെ കടന്നിങ്ങനെ ചൊറിയുന്ന സംഭവം നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ശ്രീലേഖ അങ്ങനൊരു സംഭവം ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം. അതെ, പവർ ടീം ഇതുവരെ ഒരു 5 പൈസയ്ക്കും ഒരു ഉപകാരവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പവർ ടീമാണെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നത്. ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് പവർ യൂസ് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലായി. ഞാനിത് 2-3 പ്രാവശ്യം എടുത്തു പറഞ്ഞെന്ന് ഒരു മറ്റേ ലെറ്ററിൽ എഴുതി തന്നു നിങ്ങൾ അധികാരം എന്തൊക്കെയാണ്, എന്നിട്ട് പോലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വന്നു. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പവർ ഉപയോഗിച്ചേ എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളൊരു ചോദ്യം വരെ ബിഗ് ബോസ് ചോദിച്ചു. അപ്പം ഓരോരുത്തരായിട്ട് ആ പവർ റൂമിൽ ഉണ്ടായിരുന്ന ഗബ്രി ആണെങ്കിലും പിന്നെ നമ്മുടെ കോമണർ ആണെങ്കിലും പിന്നെ നമ്മളെ യമുന റാണി അവരാണെങ്കിലും അതുപോലെ തന്നെ ശ്രീലേഖ ഇവരൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ അതേ ജാൻ മോഹൻദാസു ഇവരെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് മര്യാദയ്ക്ക് ഉപയോഗിച്ചെന്ന് എനിക്കും തോന്നുന്നില്ല, അവർക്കും അത് വ്യക്തമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഗബ്രീന്റെ കാര്യത്തിലാണെങ്കിൽ ഗബ്രി പറഞ്ഞതും അങ്ങനെ പവർ ഉപയോഗിച്ചതായിട്ട് മീൻസ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ശ്രീരേഖയാണെങ്കിലും ഞാനിപ്പം മിണ്ടാണ്ടിരിക്കാൻ, അതായത് രതീഷ് ബ്രോനോട് എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അത് എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ടോക്ക് വന്നു. ആ ടോക്കിൽ എനിക്ക് തോന്നുന്നു ജാൻ മോഹൻദാസ് ആണ് കുറച്ചും കൂടി ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത്. അതായത് പവർ റൂം ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു സംഭവം എന്തായാലും ജാൻ മോഹൻദാസ് ആണ് പറഞ്ഞത്. ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വലിയ ഇഷ്യൂയിലേക്ക്, അതായത് നമ്മുടെ രതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസ് കിറ്റി എന്ന നാടകം, അതെ നാടകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ആ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നാടക നടൻ അഭിനയിക്കുന്ന പോലെയാണ് പുള്ളി അഭിനയിച്ചത് ഫലിപ്പിച്ചിട്ടുള്ളത്. ഒരു മോശ അഭിനയം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നാടകം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കോ ഒരു മീൻസ് വ്യക്തി
പഠിച്ചു പറയുന്ന പോലെ അങ്ങനെ ഒരു ഫീല് കിട്ടി. അതുകൊണ്ടാണ് നാടകം എന്ന് ഉദ്ദേശിച്ചത്. മീൻസ് എവിടേക്കോ അത് പഠിച്ച് അല്ലെങ്കിൽ ഇന്നത് ഞാൻ ചെയ്യും എന്ന് ഉറപ്പിച്ച് വന്ന് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ആ ഒരു സംഭവം ആ ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്തു. അതായത് ഈ സിറ്റുവേഷൻ അദ്ദേഹത്തിന് അത് ഉപകരിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് ഈ നമ്മളിപ്പം ബിഗ് ബോസ് ഈ പവർ റൂമിന്റെ കാര്യമൊക്കെ ചോദിച്ചില്ലേ, ആ ഒരു ചോദിച്ച സമയത്ത് എന്തായി, രതീഷ് കുമാറിനോട് ഈ ഒരു സംഭവത്തെ പറ്റി, അതായത് സുരേഷ് ബ്രോ ഇത് നല്ല ഇതായിട്ട് തന്നെയാണ് ആ ഒരു കൺസെന്റിന്റെ കാര്യം വ്യക്തമായിട്ട് ചോദിച്ച് ഇതാക്കിയിട്ട് തന്നെയാണ് ബിഗ് ബോസിനോട് നോക്കണം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനും തൊട്ട് മുന്നത്തെ ദിവസം ജാൻമോഹൻദാസ് കെട്ടിപ്പിടിച്ചപ്പം പ്രശ്നമാക്കിയ ഒരാളും കൂടിയാണ് രതീഷ് കുമാർ. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഇഷ്യൂ ഇത്രത്തോളം ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് വന്നത്. അപ്പം ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ സുരേഷ് ബ്രോനെ ഞാനൊരു ബ്രദറിനെ പോലെയാണ് കാണുന്നത്. അപ്പം ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിട്ടിലൻ ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് പോയി. അതായത് സുരേഷ് ബ്രോയും അതുപോലെ തന്നെ രതീഷ് കുമാറും തമ്മിൽ ഈ വാക്ക് മിണ്ടരുത് ഞാൻ ഒന്ന് പറയാൻ എന്നെ സമ്മതിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ഈ ഒരു ടോക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അത്രത്തോളം കാര്യങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നു രതീഷ് ബ്രോ അവിടെ ക്വിറ്റ് ചെയ്യാന്നുള്ള ആ ഒരു സംഭവം എടുത്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ടോക്കിനെ അവിടെ മുറിച്ച് കളയണം എന്നുള്ളൊരു സംഭവത്തിൽ തന്നെയാണ്. അത് അധികം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വഷളാവും എന്നുള്ളൊരു ടോക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ രതീഷ് കുമാറിന് വന്നതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ആ ഒരു ടോക്കിനെ മുനയൊടിച്ച് കളയാൻ തന്നെയാണ് പുറത്തേക്ക് പോകാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു കണ്ടന്റും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ആ ഒരു സംഭവത്തിലേക്ക് പോയത്. അങ്ങനെ രതീഷ് കുമാർ ഞാൻ പോവാണെന്ന് പറഞ്ഞു പോകുന്നു. കണ്ടസ്റ്റൻസ് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചുകൊണ്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാനും വിചാരിച്ചു കണ്ടസ്റ്റൻസ് വിചാരിച്ചിരുന്നു എന്തായാലും പോകാൻ പോകുന്നില്ല. 100% ഉറപ്പാണ്. ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വന്ന ഇത്രത്തോളം ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഒന്ന് ക്വിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ അവിടെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ തന്നെ സംഭവം വരികയാണ്. അങ്ങനെ പിന്നെ ഗബ്രിയും അതുപോലെ തന്നെ ശ്രീരേഖയും വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ അതിന്റെ ഇടയിൽ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളുണ്ട്. അതായത് ഈ നാറിയ കളി ഞാൻ കളിക്കില്ല ബിഗ് ബോസ്, അതുപോലെ തന്നെ അവരൊന്നും എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിന് തിരിഞ്ഞു നോക്കണം? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, കാണുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം കളിക്കുന്ന കളി എന്താണ്. സോ അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആ ഗബ്രി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തിരിച്ചിതാക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പോലും മൈൻഡ് ചെയ്യാണ്ടായ സമയത്ത് രതീഷ് കുമാർ ബ്രോയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നു. എന്താണ് ആ ഐഡിയ എന്നല്ലേ? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നതല്ലേ, ആ ഐഡിയ അവിടെ ചേഞ്ച് ചെയ്യാണ്. മൂപ്പരങ്ങോട്ട് സെറ്റിയിൽ കടന്ന് കണ്ണടച്ചിങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കണ്ണടച്ചിരുന്നപ്പോ ബിഗ് ബോസ് മറ്റേ ഉറങ്ങിക്കഴിയുമ്പോൾ കുരയ്ക്കുന്ന ഇതില്ലേ, ആ സംഭവം ഇട്ടപ്പം ഇവർ അപ്സരയൊക്കെ വന്ന് ഈ രതീഷ് ബ്രോനോട് സംസാരിക്കുന്നു. രതീഷ് ബ്രോ അപ്പം ചിരിച്ചോണ്ട് എണീച്ച് പോകുന്നു. ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ ആലോചിക്ക്, കിറ്റിയാന്ന് പറഞ്ഞിട്ട് അത്രയും സീരിയസ് ആയിട്ട് നിന്ന ഒരാള് ചിരിച്ചും കളിച്ചും കൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും കയറി പോകുന്ന ഒരു രംഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും, അതായത് പോവാണെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ ഭാഷയിൽ പിടിച്ചേക്കണം. ഇത് കംപ്ലീറ്റ്ലി ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനൊരു, അതായത് നമ്മൾ ഈ അഭിമാനം ഒക്കെ ഇട്ടിട്ട് മീൻസ് ഇങ്ങനെ നമുക്ക് തന്നെ തോന്നൂലേ ഇങ്ങനെ ചെയ്തിട്ടൊരു മോശം, അതായത് നമ്മൾ ക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആ വാക്കപ്പം മാറ്റുന്നത്, അങ്ങനെ മൊത്തത്തിൽ ഒരു ഇതായിട്ട് ഫീൽ ചെയ്തു ആ ഒരു ടൈം വരെ. സോ ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു മീറ്റിംഗിൽ ഒരു ഡയലോഗ്, അതായത് ഒരു പരാമർശം വളരെ മോശമായിട്ട് ജിൻഡോ ബ്രോയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അതിന്റെ ഒരു വാലും തുമ്പും മാത്രമേ എപ്പിസോഡിൽ കാണിച്ചുള്ളൂ. BB Plus അത് ശരിക്കും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആ ഒരു എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പവർ ടീമിനോട് നിങ്ങൾക്ക് ആ പവർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഞാൻ ഈ ചലഞ്ചൊക്കെ കുറെ കഴിഞ്ഞിട്ട് വെച്ചതാണ്. പക്ഷെ ഇപ്പൊ തന്നെ ഈ ചലഞ്ച് വെക്കുകയാണ്. അതായത് ബാക്കിയുള്ള 4 ടീമിനെയും അവിടെ വിളിച്ചിരുത്തിയിട്ട്, അതായത് നെസ്റ്റ്, ടണല്, ഡെന്ന്, അതുപോലെ തന്നെ നമ്മുടെ പവർ ടീം, ഈ പവർ ടീമിന്റെ അധികാരം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്തെടുക്കാൻ പറ്റും, പോയിന്റ് നേടിയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് ആയിരുന്നു. ഡിബേറ്റിൽ ഓരോ ടീമുകൾ, അതായത് ഇപ്പൊ ജാസ്മിൻ, രതീഷ്, ജിൻഡോ, അതുപോലെ തന്നെ രശ്മിൻ ബായ്, ഇവരൊരു ടീമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിജോയുടെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റോക്കി അസി റോക്കിയുടെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഈ ടീമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് മത്സരിക്കണമായിരുന്നു. ഫസ്റ്റ് ഡിബേറ്റില് 3 ടീമുകളും ഡിബേറ്റ് വെച്ചു. എന്നിട്ട് 2 ടീമുകൾക്ക് കൂട്ടുകൂടാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. ആ സമയത്ത് സിജോയൊക്കെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം, സിജോയുടെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രൂപ്പിനോടും ചർച്ച ചെയ്യാതെ ഒരു ടീമിനോട്, അസി റോക്കിയുടെ ആ ഒരു ടീമിനോട് മാത്രം ചർച്ച ചെയ്ത് അവരൊന്നായിട്ട് ഈ 2 ടീമുകളും മറ്റേ ടീമിനെ പുറത്താക്കി. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ ജാസ്മിൻ കുറച്ച് ഇതിന്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ. പിന്നെ അതൊരു ഗെയിമാണ്, അപ്പൊ ആസ് എ പാർട്ട് ഓഫ് ഗെയിം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അവരെ പുറത്താക്കാൻ നമ്മൾ കൂട്ടുനിന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ആയി. അപ്പം ജഡ്ജസ് ആയിട്ട് ഈ പുറത്തായ ടണൽ ടീമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ രതീഷ് കുമാർ ബ്രോന്റെ ഒക്കെ ടീം. അപ്പൊ പുറത്തായ ഈ ടീം ജഡ്ജ് ചെയ്തതുകൊണ്ട് തന്നെ രതീഷ് ബ്രോയ്ക്ക് മറ്റേ ടീം, അതായത് ഡെൻ ടീമിനോടും ബാക്കിയുള്ള 3 പേർക്ക് നെക്സ്റ്റ് ടീം, അതായത് സിജോയുടെ ടീമും ജയിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അവരാണ് നല്ല രീതിയിൽ ചെയ്തത്. ആ ഡിബേറ്റ് കണ്ടപ്പോൾ സിജോയുടെ ടീം തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഡിബേറ്റ് പ്രസ്താവിച്ചതെന്ന് തോന്നി. അപ്പം രതീഷ് ബ്രോ പറഞ്ഞു ഇവിടെ 4 ബുദ്ധി വർക്ക് ചെയ്യുള്ളൂ, അവിടെ 5 ബുദ്ധി വർക്ക് ചെയ്യുന്നു. ആ പോയിന്റ് എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നി. പക്ഷെ അവിടെ അത്രയും കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. റസ്മിൻ ബായും അതുപോലെ തന്നെ ഇവർ ജഡ്ജായിരുന്നിട്ട് രസ്മിൻ ബായും അതുപോലെ തന്നെ രതീഷ് ബ്രോയും തമ്മിലൊരു വാക്കേറ്റവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ അവസാനം ബിഗ് ബോസ് നമ്മുടെ നെക്സ്റ്റ് ടീമിന്, സിജോയുടെ ടീമിന് 2 പോയിന്റ് കൊടുത്തു, ഡെൻ ടീമിന് 1 പോയിന്റ് കൊടുത്തു, ടണൽ ടീമിന് 0 പോയിന്റ്സ് എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ പവർ ചലഞ്ച് ഇവര് എടുത്ത ആ ഒരു പോയിന്റ്, ആ ഒരു 2 പോയിന്റ് ഇപ്പം നമ്മുടെ സിജോയുടെ ആ ഒരു ടീമിന് കിട്ടി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡിൽ അധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്ത, എന്നാൽ ഈ ലാസ്റ്റ് മാത്രം ജസ്റ്റ് ഒരു ക്യാമറ ഫോക്കസ് എന്നുള്ള രീതിയിൽ കാണിച്ച ഒരു സംഭവമുണ്ട്. ലൈവില് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. അതായത് ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോയുടെ സീൻസ് മീൻസ് എപ്പിസോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാത്രമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ലൈവ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൂടുതലായിട്ട് കാണിച്ചൊരു സംഭവമാണ്. അപ്പൊ പലരിലേക്കും ഒരു സ്പാർക്ക് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവര് പുറത്തുനിന്ന് അറിഞ്ഞിട്ട് വന്ന ആൾക്കാരാണോ, പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കണം എന്ന് അറിഞ്ഞിട്ട് വന്ന ആൾക്കാരാണോ എന്നുള്ളൊരു ടോക്ക് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ പുറത്തേക്കും ആ ഒരു ടോക്കിന്റെ ചെറിയൊരു അംശമൊക്കെ ബിഗ് ബോസ് എപ്പിസോഡിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈവ് കാണുന്നവർക്കറിയാം. അപ്പം ആ ഒരു സംഭവം അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇന്നലത്തെ എപ്പിസോഡിൽ, അതായത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചിന്തിക്കുന്ന അതായത് കഴിഞ്ഞ സീസണുകളിൽ എല്ലാവരും യൂസ് ചെയ്ത ഒരുപാട് സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാനും, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഓട്ടോമാറ്റിക്കലി രൂപീകരിക്കപ്പെട്ട സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയാണ് രതീഷ് കുമാർ ബ്രോ ഇവിടെ സ്ട്രാറ്റജികളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നവും നല്ല വശവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ സ്ട്രാറ്റജികളൊന്നും ഇനി മുന്നോട്ട് അടക്കി വരില്ല. അതൊരു ഗുഡ് തിങ് ആണ് ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച്. പക്ഷെ ഇനി അദ്ദേഹം എന്ത് ചെയ്യും? അതായത് ഇതിന് മേലുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാലേ ഇനി ഇതിനകത്ത് രതീഷ് കുമാറിന് പിടിച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ എത്രയൊക്കെ രതീഷ് ബ്രോനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇത് നമുക്ക് ഈ കണ്ടന്റ് നേരത്തെ വന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ ബിഗ് ബോസ് സീസൺ 6 ട്രാക്കിലേക്ക് കയറാൻ 1 ദിവസം 2 ദിവസം മതിയായിരുന്നു എന്നുള്ളത് രതീഷ് ബ്രോ തെളിയിച്ചു. അതായത് അത്രത്തോളം ഈ ഒരു എപ്പിസോഡൊക്കെ തുടങ്ങി കഴിഞ്ഞ ഒരു 10-15 ദിവസത്തേക്ക് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഒഴുക്കിലായിരിക്കും, മട്ടിലായിരിക്കും പോകും. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഈ ഒരു ബിഗ് ബോസിനെ വളരെ എൻഗേജിംഗ് ആയിട്ട് നിർത്താൻ രതീഷ് ബ്രോയ്ക്ക് സാധിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പൊ എന്തായാലും എപ്പിസോഡ് റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാന്നുള്ള കാര്യവും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.